ആരും സ്റ്റക്കിനെ കരിയർ നിങ്ങളുടെ കരിയറിൽ സ്റ്റക്കാണോ? ഇത് എന്താ സംഭവം? ഒരു ജോബൊക്കെ ഉണ്ട്, പക്ഷേ കരിയറിൽ ഗ്രോത്ത് ഇല്ല. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അത് നാല് കാരണത്താലാണ്. ആദ്യത്തെ ഒന്ന് ലാക്ക് ഓഫ് വിഷൻ, അല്ലെങ്കിൽ കംഫർട്ടബിൾ വിത്ത് യുവർ കംഫർട്ട് സോൺ എന്ന് പറയുമ്പോൾ സാറ്റിസ്ഫൈഡ് ആണ്, നിങ്ങൾക്കൊരു നല്ലൊരു സാലറി ഉണ്ട്, റൈറ്റ് ആയിട്ടുള്ള ഒരു ജോബ് ഉണ്ട്, നല്ലൊരു ജോബ് പൊസിഷനാണ്. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ പോകുന്ന ആൾക്കാരൊക്കെ ഈ ഒരു പ്രോബ്ലം ഫേസ് ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം, നോട്ട് അപ്ഗ്രേഡിങ് യുവർ സെൽഫ് എന്ന് പറയുമ്പോൾ നിങ്ങൾ സ്കിൽസ് അപ്ഗ്രേഡ് ചെയ്യുന്നില്ല, അതിനുവേണ്ടിയുള്ള ടൈം സ്പെൻഡ് ചെയ്യുന്നില്ല. പ്രോപ്പർലി ന്യൂ ടൂൾസ് ഒക്കെ വരുന്നത് യൂസ് ചെയ്യാനും അതെങ്ങനെ യൂസ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാം. അതിനുവേണ്ടി ടൈം സ്പെൻഡ് ചെയ്യേണ്ടത് ഒരു വലിയ ഫാക്ടറാണ്. മൂന്നാമത്തെ കാര്യം, നോട്ട് ഷോക്കേസിങ് യുവർ അപ്ഡേറ്റഡ് സ്കിൽസ് എന്ന് പറയുമ്പം റൈറ്റ് ആയിട്ട് നിങ്ങളുടെ പുതിയ സ്കിൽസ് എല്ലാം നിങ്ങളുടെ HR-നെയും നിങ്ങളുടെ ഹയർ പൊസിഷനുള്ള ആൾക്കാരെയും ഷോക്കേസ് ചെയ്യുന്നത് ഒത്തിരി റെലവൻ്റ് ആണ് ഈ ഒരു ഹൈലി കോമ്പറ്റേറ്റീവ് വേൾഡിൽ. അതുമാത്രമല്ല, നാലാമത്താണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റക്ക് അറ്റ് സെയിൽ ഓർഗനൈസേഷൻ എന്ന് പറയുമ്പം ഒരു ഗ്രോത്ത് ഇല്ലാത്തൊരു ഓർഗനൈസേഷനിൽ നിങ്ങൾ സ്റ്റക്കായിരിക്കുകയാണ് എന്ന് പറയുമ്പം ആ ഓർഗനൈസേഷൻ മൊത്തത്തോടെ ഒരു ഗ്രോത്തും ഇല്ല. അപ്പോൾ നിങ്ങൾ എന്തൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞാലും നിങ്ങളും ഗ്രോ ചെയ്യത്തില്ല. അപ്പോൾ ഈ 4 പ്രോബ്ലംസ് നിങ്ങളിപ്പോൾ ഫേസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒന്നും ഫേസ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ വേഗം തന്നെ റൈറ്റ് ഡിസിഷൻ എടുക്കണം. വേഗം തന്നെ സീഡ് ഓഫ് HR കോൺടാക്ട് ചെയ്തിട്ട് റൈറ്റ് ഡിസിഷൻ എടുക്കാൻ വേണ്ടി നിങ്ങളുടെ ഏറ്റവും വലിയ പാർട്ട്ണറിനെ സെലക്ട് ചെയ്യൂ. കോൺടാക്ട് us now.